Welcome to yet another live session from Tiju's Academy, Trivalla. This is Sneha. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. നമ്മൾ കഴിഞ്ഞ ലൈവ് സെഷൻ്റെ ട്രൂ ഓർ ഫോൾസ് നോട്ട് ഗിവൺ ക്വസ്റ്റ്യൻസിൻ്റെ ഒരു കണ്ടിന്യൂറ്റി തന്നെയാണ് നമ്മൾ ഇന്നത്തെ ലൈവിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ ബിഫോർ ദാറ്റ് നമുക്ക് കുറച്ച് നേരം നമ്മുടെ സ്റ്റുഡൻസ് വരാനായിട്ടൊന്ന് വെയിറ്റ് ചെയ്യാം. എല്ലാവരും ക്രിസ്മസിൻ്റെ ഒക്കെ പ്രിപ്പറേഷൻസൊക്കെ സ്റ്റാർട്ട് ചെയ്തു എന്ന് വിചാരിക്കുന്നു. അതിൻ്റെ തിരക്കിലൊക്കെ ആയിരിക്കും. അറ്റ് ദ സെയിം ടൈം നമ്മുടെ എക്സാംസൊക്കെ വരുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ ആഘോഷങ്ങളുടെ ഇടയിലെ എക്സാംസിന് വേണ്ടിയിട്ടുള്ള പ്രയോറിറ്റി ആരും കുറയ്ക്കരുത്. ഓക്കെ, അപ്പം എനിവേ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു അവർ വീഡിയോ. ആസ് യൂഷ്വൽ നമ്മുടെ ലൈവിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് പോലെ തന്നെ നമുക്ക് നമ്മുടെ ലൈവ് ഒരു കോട്ട് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ. സോ വൺസ് തോംസൺ Edison says that our greatest weakness lies in giving up. The most certain way to succeed is always to try just one more time. അല്ലേ, നമ്മളുടെ വീക്ക്നെസ് എന്ന് പറയുന്നത് നമ്മൾ ഗിവ് അപ്പ് ചെയ്യുന്നതാണ് നമ്മുടെ വീക്ക്നെസ് എന്ന് പറയുന്നത്. അപ്പം ഒരു കാര്യത്തിന് എന്തെങ്കിലും ഒരു ഡിഫിക്കൽട്ടി വന്നു, അല്ലെങ്കിൽ എനിക്കത് അച്ചീവ് ചെയ്യാൻ പറ്റിയില്ല, നിങ്ങളൊന്നേ ട്രൈ ചെയ്തുള്ളൂ, അതുകൊണ്ട് നിങ്ങൾ ഗിവ് അപ്പ് ചെയ്യുക എന്ന് പറയുന്നത് അതൊരിക്കലും ഒരു പോസിറ്റീവായിട്ടുള്ളൊരു രീതിയല്ല. സോ നെവർ ഗിവ് അപ്പ് ആൻഡ് നോട്ട് ടു സക്സസ്, അറ്റ്ലീസ്റ്റ് ഗിവ് വൺ മോർ ട്രൈ. നിങ്ങൾ ഒരു ട്രൈയും കൂടെ ഒന്ന് നോക്കുക അല്ലേ. ലൈഫല്ലേ, നമ്മൾ റിസ്ക് എടുത്താൽ മാത്രമേ നമുക്ക് മുമ്പോട്ടത്തേക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ചാൻസും കൂടി എടുത്ത് നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ലെറ്റ് ഇറ്റ് ഓക്കെ ഫൈൻ. അത് നമ്മുടെ പ്രശ്നം കൊണ്ടല്ലല്ലോ. നമ്മൾ ശ്രമിക്കാതെ നമ്മളുടെ കയ്യിൽ നിന്ന് പോയ ഒരു ഓപ്പർച്യൂണിറ്റി, വട്ടെവർ ഇറ്റ് ഈസ്, എന്തും ആയാലും നമ്മൾ ശ്രമിക്കാതെയാണ് നമ്മളുടെ കയ്യിൽ നിന്ന് പോയതെങ്കിൽ ഇറ്റ്സ് ഫൈൻ. പക്ഷെ നമ്മൾ ട്രൈ ചെയ്യാതിരുന്നിട്ടാണ് നമ്മൾക്ക് സക്സീഡ് ആവാൻ പറ്റാത്തത് എങ്കിൽ ദാറ്റ് ഈസ് യോർ മിസ്റ്റേക്ക് അല്ലേ, നമ്മളുടെ സ്വന്തം മിസ്റ്റേക്കാണ്. അപ്പോൾ ആ ഒരു മിസ്റ്റേക്സ് നിങ്ങൾ വരുത്താതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പം നമുക്ക് നമ്മുടെ ലൈവ് സെഷൻ സ്റ്റാർട്ട് ചെയ്യാം. സോ ഇന്ന് നമ്മുടെ ലൈവിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ട്രൂ ഫോൾസ് ആൻഡ് നോട്ട് ഗിവൻ്റെ ഒരു പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ആണ്. കുറച്ചൊരു 3 to 4 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. എങ്ങനെയാണ് ഈ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളതിൻ്റെ ഒരു കാര്യമാണ് നമ്മളിന്ന് ട്രൈ ചെയ്യാൻ നോക്കുന്നത്. ഓക്കെ, ആൻഡ് അതേപോലെ തന്നെ നമ്മൾ കുറച്ച് സ്റ്റുഡൻസ് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ലൈവിന് ശേഷം. അവർക്ക് വീണ്ടും ട്രൂ ഓർ ഫോൾസ് ഭയങ്കര കൺഫ്യൂസിങ് ആണ്. സ്റ്റിൽ ദേ ആർ ഫൈൻഡിങ് വെരി ഡിഫിക്കൾട്ട് ടു ഡു ദിസ് കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ്. സോ അവരെന്നോട് കുറച്ച് ടിപ്സ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ, ഒരു 8 സ്ട്രോങ് ആയിട്ടുള്ള IELTSൻ്റെ റീഡിങ് ടിപ്സ് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. സോ ദാറ്റ് നിങ്ങൾക്കത് ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ വീഡിയോയിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം. ബിഫോർ ഗെറ്റിംഗ് ഇൻ ടു അവർ വീഡിയോ ഞാൻ ചെറിയൊരു എക്സാമ്പിൾ എങ്ങനെ ഈ ട്രൂ ഫോൾസ് നോട്ട് ഗിവൻ ക്വസ്റ്റ്യൻസിനെ ഐഡൻറ്റിഫൈ ചെയ്യാം എന്നുള്ള ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ചെറിയൊരു എക്സാമ്പിൾ വെച്ചിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഞാനൊരു എക്സാമ്പിൾ വായിക്കാം, ദെൻ എന്താണ് സ്റ്റേറ്റ്മെൻറ്റ് എന്നുള്ളതും ഞാൻ വായിക്കാം. അതിനുശേഷം നമുക്ക് അതൊന്ന് ഇലാബറേറ്റ് ചെയ്ത് സംസാരിക്കാം. ക്ലിയർ? So in the passage just assume that നിങ്ങൾക്ക് തന്നിരിക്കുന്നത് ബെഞ്ചമിൻ വാസ് എ ഗ്രേറ്റ് സയൻറ്റിസ്റ്റ്. ഇങ്ങനെയാണ് നിങ്ങൾക്ക് പാസേജിൽ തന്നിട്ടുള്ളതെന്ന് വിചാരിക്കുക. ആൻഡ് ദ സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ബെഞ്ചമിൻ വാസ് എ ഗ്രേറ്റ് എറോനോട്ടിക്കൽ സയൻറ്റിസ്റ്റ്. ഇങ്ങനെയാണ് നിങ്ങൾക്ക് സ്റ്റേറ്റ്മെൻറ്റിൽ തന്നിട്ടുള്ളത്. ഓക്കെ, ക്വസ്റ്റ്യൻ ക്ലിയർ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. സോ ഇതിൽ എവിടെയും നമ്മളോട് ബെഞ്ചമിൻ ഒരു എറോനോട്ടിക്കൽ സയൻറ്റിസ്റ്റ് ആണ് എന്ന് സ്പെസിഫൈ ചെയ്ത് പാസേജിൽ നമ്മളോട് പറയുന്നില്ല. അദ്ദേഹം ഒരു സയൻറ്റിസ്റ്റ് ആണ് എന്ന് മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. സോ എന്തായിരിക്കും ഇതിൻ്റെ ആൻസർ? ഇത് ഓപ്പോസിറ്റ് വ്യൂസ് ആണ് ഫോർ ഷുവർ. പക്ഷേ നമ്മുടെ ഇൻഫോർമേഷനുമായിട്ട് മാച്ച് ആവുന്നുണ്ടോ? ഇത് ഓപ്പോസിറ്റ് വ്യൂസ് ആണ്, നമ്മൾ അൺഷുവർ ആണ് അബൌട്ട് ദിസ്, then for sure the answer is not given അല്ലേ. നമ്മൾ ഉറപ്പില്ല ഇതിങ്ങനെയാണോ, ഓപ്പോസിറ്റ് വ്യൂസ് ആണെങ്കിലും ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിൻ്റെ മീനിങ് ആയിട്ട് നമ്മുടെ പാസേജ് മാച്ച് ചെയ്യുന്നുണ്ടോ എന്നതിന് നമുക്ക് ഉറപ്പില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ഓഫ് കോഴ്സ് നോട്ട് ഗിവൻ തന്നെ ആയിരിക്കും. ക്ലിയർ എന്ന് വിചാരിക്കുന്ന ഒരു ചെറിയൊരു ഒരു ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ട്രൂ ഓർ എസ്പെഷ്യലി ഫോൾസും നോട്ട് ഗിവനും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് നമുക്ക് പറ്റുന്നതായിരിക്കും. ഓക്കെ, so that is the first example. Now the second one is
large king cobra grows on average of 10 feet and can grow up to 90 feet. ഇതാണ് നമ്മുടെ പാസേജിൽ തന്നിട്ടുള്ളതെന്ന് വിചാരിക്കുക. അതായത് ഒരു കിങ് കോബ്രയ്ക്ക് ഒരു ആവറേജ് 10 ഫീറ്റ് അതിന് ഗ്രോ ചെയ്യാൻ പറ്റും ആൻഡ് ക്യാൻ ഗ്രോ അപ്പ് ടു 19 ഫീറ്റ് വരെയും അതിന് ഗ്രോ ചെയ്യാനായിട്ട് പറ്റും. ഇങ്ങനെയാണ് നമ്മളുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള പാസേജിൽ തന്നിട്ടുള്ളതെന്ന് വിചാരിക്കുക. ആൻഡ് ദ സ്റ്റേറ്റ്മെൻറ്റ് ഈസ് യു വിൽ നെവർ ഫൈൻഡ് ലാർജ് കിങ് കോബ്ര ഓവർ 19 ഫീറ്റ് ലോങ്. ഓക്കെ, 19 ഫീറ്റ് ലോങ് ആയിട്ട് അല്ലെങ്കിൽ അതിൽ കൂടുതലുള്ള ഒരു കിങ് കോബ്രേനെ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല എന്നാണ് നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റിൽ പറഞ്ഞിരിക്കുന്നത്. പാസേജിൽ പറഞ്ഞിരിക്കുന്ന ഐഡിയ ഞാൻ ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്ത് പറയാം. പാസേജിൽ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് കിങ് കോബ്രയ്ക്ക് ഒരു ആവറേജ് 10 ഫീറ്റ് വളരാൻ പറ്റും ആൻഡ് അതിന് അപ് ടു 19 ഫീറ്റ് വരെയും വളരാനായിട്ട് പറ്റും എന്നുള്ളതാണ് നമ്മുടെ പാസേജിൽ പറയുന്നത്. ആൻഡ് നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റിൽ പറയുന്നത് നിങ്ങൾക്ക് 19 ഫീറ്റ് അതിൽ കൂടുതൽ ലോങ് ആയിട്ടുള്ള ഒരു കിങ് കോബ്രേനെ കാണാനേ പറ്റില്ല എന്നാണ് നമ്മുടെ പാസേജിൽ പറഞ്ഞിട്ടുള്ളത്. എന്തായിരിക്കും ആൻസർ? ഓഫ് കോഴ്സ് ഇറ്റ് ഇസ് ട്രൂ. നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റിൽ പറഞ്ഞതും നമ്മുടെ പാസേജിൽ പറഞ്ഞിട്ടുള്ളതുമായിട്ടുള്ള ആൻസർ എന്താണ്? ഓഫ് കോഴ്സ് ഇറ്റ് ഇസ് സിമിലർ ആണ്. സോ ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ് എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടതെന്നുള്ളതിൻ്റെ ഒരു ഐഡിയ കിട്ടി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, നമുക്ക് എന്താണ് തേർഡ് എക്സാമ്പിളിലൂടെ നോക്കാം. Third one is less energy needed to melt recycled glass than down raw materials. It also save fuels and production cost. ഇങ്ങനെയാണ് നമ്മളോട് പാസേജിൽ പറഞ്ഞിട്ടുള്ളത്. And the statement is given as it is more expensive to produce recycled glass than new glass. ഓക്കെ, അത് എക്സ്പെൻസീവാണ് റീസൈക്കിൾഡ് ഗ്ലാസ് പ്രൊഡ്യൂസ് ചെയ്യാൻ ദാൻ ന്യൂ ഗ്ലാസിനെക്കാട്ടിലും ഒരു റീസൈക്കിൾഡ് ഗ്ലാസ് പ്രൊഡ്യൂസ് ചെയ്യുക എന്ന് പറയുന്നത് എക്സ്പെൻസീവാണ് എന്ന് നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റിൽ പറയുന്നുണ്ട്. ഇനി നമ്മുടെ പാസേജിൽ എന്താ പറയുന്നത്? ലെസ് എനർജി നീഡ് ടു മെൽറ്റ് റീസൈക്കിൾഡ് ഗ്ലാസ് ദാൻ ഡൗൺ റോ മെറ്റീരിയൽ. അപ്പോൾ പുതിയതുണ്ടാക്കുന്നത് എളുപ്പമാണെന്നാണോ നമ്മുടെ പാസേജിൽ പറയുന്നത്? അല്ലെങ്കിൽ അത് എക്സ്പെൻസീവ് ആണെന്നാണോ പറയുന്നത്? കുറവാണെന്നാണോ പറയുന്നത്? അല്ലേ? ലെസ് എനർജി മതി റീസൈക്കിൾഡ് ഗ്ലാസ് നമുക്ക് മെൽറ്റ് ചെയ്ത് എടുക്കാൻ വേണ്ടി ദാൻ ഒരു പുതിയൊരു മെറ്റീരിയൽ ഉണ്ടാക്കി അല്ലെങ്കിൽ പുതിയൊരു ഗ്ലാസ് ഉണ്ടാക്കാൻ വേണ്ടി. പക്ഷേ നമ്മുടെ പാസേജിൽ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റിൽ നമ്മുടെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള മീനിങ് ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ അതെന്തായിരിക്കും? ഓഫ് കോഴ്സ് ഇറ്റ് ഇസ് ഫാൾസ് അല്ലേ? ഫോൾസ് ആണ് ആൻസർ വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ചെറിയൊരു ഐഡിയ കിട്ടിയിട്ടുണ്ട് എങ്ങനെ നമുക്കിത് ചെയ്യാം എന്താണെന്നുള്ളതിന് ചെറിയൊരു ഐഡിയ കിട്ടി എന്ന് ഞാൻ വിചാരിക്കുന്നു. നമുക്ക് നമ്മുടെ എക്സാമ്പിളിലേക്ക് മൂവ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം കുറച്ചും കൂടി ഒരു ഐഡിയ കിട്ടും എങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളതിന്. ഓക്കെ, സോ ബിഫോർ ദാറ്റ് ലെറ്റ് മീ ഷോ യു ദ ക്വസ്റ്റ്യൻ നിങ്ങൾ ആദ്യം ഇൻസ്ട്രക്ഷൻസ് ക്ലിയർ ആയിട്ട് വായിക്കുക. എന്താണ് നമ്മളോട് ഇവിടെ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്? ദാറ്റ് ഈസ് ദ ഫസ്റ്റ് തിങ് യു ഹാവ് ടു ഡു. ട്രൂ ഓർ ഫോൾസ് എന്ന് കണ്ടുടനെ ചുമ്മാ ചാടിക്കയറി ട്രൂ ഓർ ഫോൾസ് ഓക്കെ ഫൈൻ എന്ന് കരുതി പോവാതെ ഇൻസ്ട്രക്ഷൻ ഒന്ന് വായിക്കാൻ നോക്കുക. ഓൾ റൈറ്റ്, ആൻഡ് നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്? റേസിംഗ് ലെവൽസ് ഓഫ് ലിറ്ററസി വാസ് ദ മെയിൻ തീം ഓഫ് ദ കോൺഫറൻസ്. ലെവൽ ഓഫ് ലിറ്ററസി റേസ് ചെയ്യുക എന്നുള്ളതാണ് ഒരു കോൺഫറൻസിൻ്റെ മെയിൻ ആയിട്ടുള്ള തീം എന്നുള്ളതാണ് നമ്മളോട് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്. ഇനി നമുക്ക് പാസേജിൽ ഇത് ലൊക്കേറ്റ് ചെയ്യണമല്ലോ. എങ്ങനെ ലൊക്കേറ്റ് ചെയ്യാം? സോ ക്വസ്റ്റ്യൻ കണ്ടവർ ആ ക്വസ്റ്റ്യൻ ഒന്ന് ഒരു കീവേഡ്സ് ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്യാം. ജസ്റ്റ് ഏതൊക്കെ കീവേഡ്സ് ആണ് നമുക്ക് എടുക്കാൻ പറ്റുന്നത് എന്നുള്ളത് നോക്കുക. ഇത് യു ക്യാൻ ടേക്ക് ദറ്റ് കോൺഫറൻസ് എന്നുള്ളത് എടുക്കാം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ലെവൽ ഓഫ് ലിറ്ററസി ഇങ്ങനെയുള്ള ഏതെങ്കിലുമൊക്കെ 1-2 വേർഡ്സ് നിങ്ങൾക്ക് ലൊക്കേറ്റ് ചെയ്യാം. ഓക്കെ, ഇനി നമുക്കത് പാസേജിൽ പോയിട്ട് ലൊക്കേറ്റ് ചെയ്യണം അല്ലേ? നമുക്ക് എല്ലാം വായിച്ച് ചെയ്യാൻ പറ്റുമോ? ഇല്ല. നമ്മുടെ ലാസ്റ്റ് ലൈവിലും വി ഓൾറെഡി ഡിസ്കസ്ഡ് ഇൻ ആ ലാസ്റ്റ് ലൈവ് റൈറ്റ്. എന്താണ് നമുക്ക് എല്ലാം വായിച്ച് പാസേജിലേക്ക് പോവുക എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് എൻ ഈസി തിങ്. സോ വി ഹാവ് ടു ലൊക്കേറ്റ് ഇറ്റ് ഇൻ ദ പാസേജ്. ഓക്കെ, ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ പാസേജ്. നമുക്ക് നോക്കാം എന്താണ് ഇവിടെ എവിടെയാണ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുക. ഓക്കെ, ജസ്റ്റ് ഗോ ത്രൂ ദ പാസേജ്. യു ക്യാൻ സ്റ്റാർട്ട് ഫ്രം ദ ബിഗിനിങ് ഓഫ് ദ പാസേജ്. തുടങ്ങാം, അവിടെ നോക്കാം എവിടെയാണ് നമുക്ക് തന്നിട്ടുള്ളതെന്ന് നിങ്ങൾക്കൊന്ന് ഓടിച്ച് നോക്കാം. ഓക്കെ, നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇൻ ദ
sentence itself, it is given that Sir Anthony was speaking at a conference about the need to improve young people's sense of well-being. Okay? അപ്പം ഇദ്ദേഹം ഈ ഒരു കോൺഫറൻസിൻ്റെ മെയിൻ തീം എന്താണ്, ഇവർ എന്തിനെ പറ്റിയിട്ടാണ് അവിടെ സംസാരിക്കുന്നത്? ടു ഇംപ്രൂവ് യങ് പീപ്പിൾസ് സെൻസ് ഓഫ് വെൽബീയിങ്. ഇതാണ് ആ ഒരു കോൺഫറൻസിൻ്റെ തീം എന്ന് പറയുന്നത്, അല്ലേ? ഇറ്റ്സ് നോട്ട് അബൌട്ട് ദ പീപ്പിൾസ് ലെവൽ ഓഫ് ലിറ്ററസി ഓർ റേസിങ് ദ ലിറ്ററസി ലെവൽ. അതല്ല ഈ ഒരു കോൺഫറൻസിൻ്റെ തീം എന്ന് പറയുന്നത്. ബട്ട് ഇൻസ്റ്റെഡ് എന്താണ്, അവിടുത്തെ യങ് പീപ്പിൾസിൻ്റെ സെൻസ് ഓഫ് വെൽബീയിങ് ഇംപ്രൂവ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു എന്താ പറയുക കോൺഫറൻസിൻ്റെ ഒരു തീം എന്ന് പറയുന്നത്. സോ എന്തായിരിക്കും ആൻസർ വരിക? ഓഫ് കോഴ്സ് ഇറ്റ് ഇസ് ഫോൾസ് ആണല്ലേ? ഓക്കെ. നൗ ദ സെക്കൻഡ് വൺ നോക്കൂ, എന്താണ് ക്വസ്റ്റ്യൻ പറയുന്നത്? ഓക്കെ. Online platforms such as Facebook and Twitter can have a negative effect on young people's life. Okay. ഓൺലൈൻ പ്ലാറ്റ്ഫോംസ് ആയിട്ടുള്ള ഈ പറയുന്ന ഫേസ്ബുക്ക് അല്ലെങ്കിൽ ട്വിറ്റർ പോലെയുള്ള ഓൺലൈൻ പ്ലാറ്റ്ഫോംസ് ഒരു നെഗറ്റീവ് ഇഫക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നു ഓൺ യങ് പീപ്പിൾസ് ലൈഫ്, അല്ലേ? ഇങ്ങനെയാണ് നമ്മൾക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത്. ഇനി നമുക്ക് പാസേജിലേക്ക് പോകാം. സോ നമ്മൾ ഫസ്റ്റ് ലൈൻ ഇനി നോക്കേണ്ട കാര്യമില്ലല്ലോ, കാരണം ഓൾറെഡി നമുക്ക് ആ ഫസ്റ്റ് വണ്ണിൻ്റെ ആൻസർ അവിടെ കണ്ടു. ഇനി അത് തൊട്ടുള്ള അടുത്ത ലൈനിലേക്ക് നമുക്ക് പോകാം. നമ്മുടെ ഒരു ആൻസർ ഏകദേശം എവിടെയാണ് വരുന്നത് എന്നുള്ളതിലേക്ക് നമുക്ക് പോവാം. ജസ്റ്റ് ഒന്ന് നിങ്ങളൊന്ന് നോക്കൂ, എവിടെയെങ്കിലും ആർക്കെങ്കിലും ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ യു ക്യാൻ ഗിവ് യുവർ ആൻസേഴ്സ് ഇൻ ദ കമൻറ്റ് ബോക്സ്. ഓക്കെ. എഡ്യൂക്കേഷൻ സിക്യാട്രി എന്നൊക്കെ പറഞ്ഞ ഒരു ലൈൻ നിങ്ങൾ കാണുന്നുണ്ടോ? എന്താണ് അവിടെ പറയുന്നത്? ഹി ടോൾഡ് ദാറ്റ് ഇൻ ദ കോൺഫറൻസ് ദാറ്റ് ദ relentless presence of social media made growing up more pressurized. He said that this could be all pervasive for ആർക്കാണ്? ടീനേജേഴ്സ്. ഈ ടീനേജേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. എന്താണ്? യങ്സ്റ്റേഴ്സ്, അല്ലേ? ഇതൊരു നെഗറ്റീവ് ഇഫക്റ്റ് അല്ലെങ്കിൽ ഈ ഒരു പ്രസൻസ് സോഷ്യൽ മീഡിയയുടെ അല്ലെങ്കിൽ ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോംസിൻ്റെ ഒരു പ്രസൻസ് ഓഫ് കോഴ്സ് അവർക്കൊരു നെഗറ്റീവ് ഇഫക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് യങ്സ്റ്റേഴ്സിന്, വിച്ച് ഇസ് നോട്ട് ഗിവൺ ആസ് യങ്സ്റ്റേഴ്സ് ബട്ട് ഇൻ ദ പാസേജസ് ഇറ്റ് ഈസ് ഗിവൺ ആസ് ടീനേജേഴ്സ് എന്നാണ് തന്നിട്ടുള്ളത്. അപ്പോൾ എന്താണ്? സെയിം മീനിങ് തന്നെയാണ്, സ്റ്റേറ്റ്മെൻറ്റും സെയിം ആണ്, നമ്മുടെ പാസേജും സെയിം ആണ്. അങ്ങനെയാണെങ്കിൽ ആൻസർ എന്തായിരിക്കും? ഇറ്റ് ഈസ് ട്രൂ, അല്ലേ? ആൻസർ എന്താണ്? ട്രൂ ആണ്. ഐ ഹോപ്പ് നിങ്ങൾക്ക് എങ്ങനെ വന്നു എന്ന് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, നമുക്ക് തേർഡ് വണ്ണിലേക്ക് പോകാം. എന്താണ് തേർഡ് വൺ? There is evidence that the presence of pets in schools help kids with mental health issues. ഓക്കെ, നിങ്ങൾ ആ ഒരു വേർഡ്സ് ശ്രദ്ധിക്കണം, വേർഡ് ബൈ വേർഡ് ശ്രദ്ധിക്കുക. നമ്മളോട് പറയുന്നത് പെറ്റ്സിൻ്റെ പ്രസൻസ് സ്കൂളിൽ കിഡ്സിനെ ഹെൽപ്പ് ചെയ്യുന്നു, ഒരു മെൻ്റൽ അല്ലെങ്കിൽ ഫിസിക്കൽ ഇഷ്യൂസിൽ നിന്ന് ഹെൽപ്പ് ചെയ്യുന്നു. ആൻഡ് ദേ ഹാവ് ആൻ എവിഡൻസ്, ഒരു എവിഡൻസ് ഉണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ് ദ ക്വസ്റ്റ്യൻ. ലെറ്റ്സ് ഗോ ടു ദ പാസേജ്. ഇതാണ് നമ്മുടെ പാസേജ്. ഇവിടെ നമുക്ക് എവിടെ ലൊക്കേറ്റ് ചെയ്യാം? ഓക്കെ, ഏകദേശം ഒരു സെക്കൻഡ് സെൻറ്റൻസിലായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും നമ്മുടെ ക്വസ്റ്റ്യനിലേക്കുള്ള ഒരു ആൻസർ. ഓക്കെ, സെക്കൻഡ് സെൻറ്റൻസിലായിട്ട് പറയുന്നത് എന്താണ്? ബട്ട് സർ ആൻ്റണി സജസ്റ്റഡ് അനദർ മോർ ലോജിക് അപ്രോച്ച് ടു റിഡ്യൂസിങ് ആൻസൈറ്റി. എന്താണ്? The soothing presence of animals such as dogs, the quickest and the biggest hit that we can make to improve mental health in our schools and to make themselves feel safe for children
is to have at least one dog in every single school in the country, which is said by Sir Anthony. ഇങ്ങനെയാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. പക്ഷേ നമ്മളുടെ ക്വസ്റ്റ്യനിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വേർഡ് ഉണ്ടായിരുന്നു. നിങ്ങൾ ചിലപ്പോൾ വിട്ടുപോയതോ അല്ലെങ്കിൽ ശ്രദ്ധിക്കാഞ്ഞതോ ആയ ഒരു വേർഡ് ഉണ്ടായിരുന്നു. എന്താണ്? there is an എവിഡൻസ് ഉണ്ട്, ഒരു എവിഡൻസ് ഉണ്ട്. ഇങ്ങനെ ഒരു എന്താ പറയുക, ഒരു കുട്ടികൾക്ക് സ്കൂളിൽ ഈ പറയുന്ന പെറ്റ്സിൻ്റെ ഒരു പ്രസൻസ് ഉണ്ടെങ്കിൽ അവർക്കൊരു മെൻ്റൽ ഇഷ്യൂസിൽ നിന്ന് അവരെ ഹെൽപ്പ് ചെയ്യുന്നു എന്നതിന് ഒരു എവിഡൻസ് ഉണ്ട് എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ പറയുന്നത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ സ്പീച്ചിൽ ഒരു സജഷൻ മാത്രമാണ് പറയുന്നത്, അതൊരു എവിഡൻസ് അല്ല, ഒരു പ്രൂഫ് അല്ല, അല്ലേ? അപ്പോൾ ഇതെന്താണ്? നമ്മുടെ പാസേജിൽ അങ്ങനെ ഒരു എവിഡൻസ് തന്നിട്ടില്ല. സോ ഇറ്റ് ഇസ് ഓഫ് കോഴ്സ് ഇറ്റ് ഇസ് നോട്ട് ഗിവൻ. കറക്റ്റ്. Okay, now let's go to the fourth question. The government minister may introduce a national scheme promoting well-being dogs in school. അവർ ഒരു എന്താ പറയുക, ഒരു സ്കീം ഇൻട്രൊഡ്യൂസ് ചെയ്യും, ഒരു നാഷണൽ സ്കീം ഇൻട്രൊഡ്യൂസ് ചെയ്യും, ഗവൺമെൻറ് മിനിസ്റ്റർ ഇൻട്രൊഡ്യൂസ് ചെയ്യും എന്നാണ് നമ്മുടെ ക്വസ്റ്റനിൽ പറയുന്നത്. ഇനി നമുക്ക് നോക്കാം അങ്ങനെ എന്തെങ്കിലും ഒരു സ്കീം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടോ. ഓക്കെ, by the end of the passage, you can see that he did, however, stated that although the dog can really help, there were no plans for a central dog policy. അങ്ങനെ ഒരു പോളിസിക്ക് യാതൊരു രീതിയിലുള്ള ഒരു പ്ലാൻസും അവർക്ക് ഇതുവരെയായിട്ടും ഇല്ല. there were no പ്ലാൻസ് ഒന്നും തന്നെ ഇല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ എന്തായിരിക്കും? പ്ലാൻസ് ഉണ്ടെന്ന് നമ്മുടെ പാസേജിൽ പറയുന്നു, ക്വസ്റ്റ്യൻ സ്റ്റേറ്റ്മെൻറ്റിൽ പറയുന്നു, ഇവിടെ ഇല്ല എന്ന് പറയുന്നു. ഓപ്പോസിറ്റ് വ്യൂസ് ആണ്. അതുകൊണ്ട് എന്തായിരിക്കും ആൻസർ? ഇറ്റ് ഈസ് ഫാൾസ്, അല്ലേ? സോ ദ ആൻസർ ഇസ് ഫാൾസ്. ക്ലിയർ? സോ ദീസ് ഈസ് an example which I given ജസ്റ്റ് നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് ട്രൂ ഫോൾസ് നോട്ട് ഗിവൻ ക്വസ്റ്റ്യൻസ് ചെയ്യാം എന്നുള്ളത് നിങ്ങൾക്ക് ഒന്ന് ഒരു ചെറിയൊരു റഫ് ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് നമ്മളിത് ചെയ്തത്. നമ്മൾ ലാസ്റ്റ് ലൈവ് സെഷൻ്റെ കണ്ടിന്യൂറ്റി ആയിട്ട് ഇത് ചെയ്യാനുള്ള കാരണവും അത് തന്നെയാണ്. ആസ് മോസ്റ്റ് ഓഫ് ദ സ്റ്റുഡൻസ് ഫൈൻഡ് ഇറ്റ്സ് വെരി ഡിഫിക്കൾട്ട് ഫോർ ഡൂയിങ് സച്ച് എ കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ്. ഫോർ സച്ച് സ്റ്റുഡൻസ് ഐ തിങ്ക് ഒരു എക്സാമ്പിൾ കൊടുത്താൽ ചിലപ്പോൾ ഹെൽപ്ഫുൾ ആയിരിക്കും എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ഒരു എക്സാമ്പിൾ തന്നത്. ആൻഡ് നമ്മളുടെ ലൈവ് തുടങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു കുറച്ച് ടിപ്സിൻ്റെ കാര്യം 1-2 പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം എല്ലാവർക്കും കൂടെ ഒരു ഹെൽപ്ഫുൾ ആവട്ടെ, നമുക്ക് ഒരു കുറച്ച് ടിപ്സും കൂടെ എന്തൊക്കെയാണ് ഈ ഒരു ട്രൂ ഫോൾസ് നോട്ട് ഗിവൻ ക്വസ്റ്റ്യൻസിന് നമുക്ക് ചെയ്യാൻ പറ്റുക, അല്ലെങ്കിൽ ഏതൊക്കെ ടിപ്സ് ചെയ്താൽ പെട്ടെന്ന് നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാം എന്നൊക്കെയുള്ള കുറച്ച് ടിപ്സും കൂടെ ഒന്ന് ഷെയർ ചെയ്യാം. ഓക്കെ, സോ ദ ഫസ്റ്റ് വൺ ഇസ് the answers appears in the same order in the text as the order of the statement. Okay, 95% കേസസിലും ഈ ട്രൂ ഫോൾസ് നോട്ട് ഗിവൻ ക്വസ്റ്റ്യൻസിൻ്റെ ഒരു പ്രോബബിലിറ്റി എന്ന് പറയുന്നത് അതൊരു സെയിം ഓർഡറിൽ വരാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. ദാറ്റ് ഈസ് എ പ്രോബബിലിറ്റി ആൻഡ് ഇറ്റ് ഈസ് 95% ചാൻസസ് ദർ. 95% ചാൻസ് ഉണ്ട്. ബട്ട് റിമെമ്പർ ദർ ഇസ് എ റെസ്റ്റ് 5%, റൈറ്റ്? അപ്പം വരാതിരിക്കാനുള്ള സാധ്യതയും ഉണ്ട്. ബട്ട് ദ പ്രോബബിലിറ്റി ഈസ് ലെസ്. എന്നാലും ചാൻസസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് മുഴുവനായിട്ടും ഓർഡറിലേ വരൂ എന്ന് പറയാനും പറ്റില്ല. പക്ഷേ മോസ്റ്റ് ഓഫ് ദ ക്വസ്റ്റ്യൻസ് ഇറ്റ്സ് ലൈക്ക് ഒരു ഓർഡറിലാണ് പോകാറുള്ളത്. ഒരു ക്വസ്റ്റ്യൻ കഴിഞ്ഞ് തൊട്ടടുത്ത ക്വസ്റ്റ്യൻ വരുന്നത് നമുക്ക് എവിടെയാണ് ഫസ്റ്റ് വൺ ലൊക്കേറ്റ് ചെയ്ത് അതിൻ്റെ തൊട്ട് താഴെ അങ്ങനെയായിരിക്കും വരാറുള്ളത്. ഓക്കെ, ദാറ്റ് ഈസ് ദ ഫസ്റ്റ് ആൻഡ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടിപ്പ്. റിമെമ്പർ ദ പോസിബിലിറ്റി. ലെസ് പോസിബിലിറ്റിയെ കൂടി നിങ്ങളൊന്ന് ഓർത്ത് വയ്ക്കുക. ഇങ്ങനെ വരുമെന്ന് കരുതിയിട്ട് ആ ഓർഡറിൽ മാത്രം നോക്കാൻ നിൽക്കരുത്. ചിലപ്പോൾ വരാതിരിക്കാനുമുള്ള ഒരു ചാൻസസ് ഉണ്ട്. ഓക്കെ, നൗ you don't need to read the whole text. First you will scan for keywords and then you will read in detail the section in which they are located for answer. നമ്മൾ ആദ്യം ലൈവ് സെഷൻ ബിഫോർ നമ്മൾ ആ ക്വസ്റ്റ്യനിലേക്ക് പോകുന്നതിന് മുമ്പേ ഞാൻ പറഞ്ഞു, നിങ്ങൾ ഫുൾ വായിച്ചിട്ട് ചെയ്യാമെന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡിൽ അല്ലെങ്കിൽ ആ ഒരു തോട്ടിലാണ് ഇരിക്കുന്നതെങ്കിൽ ഐ വുഡ് സേ ഇറ്റ് ഇസ് എ വേസ്റ്റ് ഓഫ് ടൈം, അല്ലേ? നിങ്ങൾക്ക് ഈ ഒരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് മാത്രമല്ല ഒരുപാടധികം ക്വസ്റ്റ്യൻസ് ചെയ്യാനുണ്ട്. അപ്പം ഇതിനു വേണ്ടി മാത്രം നിങ്ങൾ ഫുള്ള് വായിച്ചിട്ട് പാസേജിലേക്ക് പോയി ആൻസർ ചെയ്യാം എന്ന് വിചാരിക്കരുത്. കീവേഡ്സിനെ ലൊക്കേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ അതിൻ്റെ ഒരു സിനണിംസ് തന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ സിനണിംസ് ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് അതിനെ ലൊക്കേറ്റ് ചെയ്ത് ആൻസറിലേക്ക് പോകാൻ വേണ്ടി മാത്രമേ ശ്രമിക്കാവൂ. അതാണ് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം. ദാറ്റ് ഇസ് ദ ടിപ്പ് നമ്പർ 2.
Then there will be at least one of each answer type, true, false, not given. So if you don't have at least one of each when you complete the question, you made a mistake. ഓക്കെ, ഇതൊക്കെ നമ്മൾ ലാസ്റ്റ് ലൈവിൽ നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ്. ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടിപ്പാണ്. ഈ പറയുന്ന ട്രൂ, ഫോൾസ്, നോട്ട് ഗീവൺ എന്നുള്ളതിൽ ഏതെങ്കിലും ഒരെണ്ണം നിങ്ങൾക്ക് ട്രൂവോ ഫോൾസോ നോട്ട് ഗീവണോ കിട്ടിയിട്ടില്ല എന്ന് അസ്യൂം ചെയ്യുക. then that means that any of your answer is wrong. ഏതോ ഒരു നിങ്ങളുടെ ഏതെങ്കിലും ഒരു ആൻസർ നിങ്ങളുടെ തെറ്റായിരിക്കാം. കാരണം 3 എണ്ണവും വരും, ട്രൂവും വരും, ഫോൾസും വരും, നോട്ട് ഗിവണും നിങ്ങളുടെ ആൻസർ ആയിട്ട് വരും. നിങ്ങൾക്ക് ഫുള്ള് ട്രൂ ആണ് കിട്ടിയത് അല്ലെങ്കിൽ ഫുള്ള് ഫോൾസ് ആണ് കിട്ടിയതെങ്കിൽ നിങ്ങളുടെ ആൻസർ അറ്റ്ലീസ്റ്റ് ഒരെണ്ണമെങ്കിലും തെറ്റായിരിക്കും എന്നാണ് നിങ്ങൾ അസ്യൂം ചെയ്യേണ്ടത്. ഓക്കെ, ദീസ് ആർ ഫ്യൂ ടിപ്സ് വിച്ച് വിൽ ഹെൽപ്പ് യു. ലൈക്ക് നിങ്ങളത് ചെയ്യുന്ന സമയത്ത് ഇതൊക്കെ ഒന്ന് മൈൻഡിൽ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഈ നോട്ട് ഗീവൻ, ഫോൾസ് എന്ന് പറയുന്നത് ഒരു കൺഫ്യൂഷൻ്റെ ബേസിസിലായിരിക്കാം നിങ്ങൾ കൊണ്ടുവന്ന് നോട്ട് ഗീവൺ എഴുതുന്നത് അല്ലെങ്കിൽ കൊണ്ടുവന്ന് ഫോൾസ് എഴുതുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഫോൾസേ കിട്ടിയിട്ടില്ല ആൻസറായിട്ട് എങ്കിൽ നിങ്ങൾക്ക് എന്ത് മനസ്സിലാക്കാം? അത് നോട്ട് ഗീവൺ ആയിരിക്കാം എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഇതൊക്കെ ചെറിയ ചെറിയ ടിപ്സാണ്. നിങ്ങൾക്കൊന്ന് കോൺസെൻട്രേറ്റ് ചെയ്താൽ നമുക്ക് ക്യാച്ചപ്പ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ, നൗ ദ ഫോർത്ത് വൺ ഇസ് watch out for distractors. Be aware that the test setters love to use distractors to really test you. നമ്മൾ എക്സാം അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പർ പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാർ ബേസിക്കലി നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണല്ലോ അല്ലേ എക്സാം കണ്ടക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ഈ ഒരു പേപ്പേഴ്സ് കണ്ടക്ട് ചെയ്യുക, ലൈക്ക് ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്യുന്നത്. ആൻഡ് അവർ കൂടുതൽ ട്രിക്കി ആയിട്ട് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഇതിലേക്ക് ആഡ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. ലൈക്ക് സം distractors, maybe like very, a few, all, always, some, ഇങ്ങനെ തുടങ്ങിയ ചില ഡിസ്ട്രാക്ടേഴ്സ് ഇടാനുള്ള ചാൻസസ് ഉണ്ട്. അത് നമ്മുടെ മീനിങ്ങിനെ എൻറ്റയർലി സെൻറ്റൻസിൻ്റെ മീനിങ്ങിനെ മാറ്റിയെടുക്കാൻ കേപ്പബിൾ ആയിട്ടുള്ള വേർഡ്സ് ആണ്. ഓൾ ദിസ്, സം, ഓഫൻ, മോസ്റ്റ്, വെരി, എവ്രി, ഇങ്ങനെയൊക്കെയുള്ള ചില വാക്കുകൾ പറഞ്ഞില്ലേ നമ്മളുടെ സെൻറ്റൻസിൻ്റെ മുഴുവൻ മീനിങ്ങിനെ മാറ്റാനായിട്ട് പറ്റും. അപ്പോൾ അങ്ങനത്തെ എന്തെങ്കിലും വാക്കുകൾ നിങ്ങൾ പാസേജിൽ കാണുന്നുണ്ടെങ്കിൽ മേക്ക് ഷുവർ ദാറ്റ് യു ആർ ലൊക്കേറ്റിംഗ് ദാറ്റ് വേർഡ്. ആ വേർഡ് ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കുക. ദെൻ അതിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ വായിക്കാനായിട്ട് ശ്രമിക്കണം. ഫോർ എക്സാമ്പിൾ, ജെയിംസ് ഓഫൻ മീറ്റ് അപ്സ് വിത്ത് ഹിസ് ഫ്രണ്ട്സ് ആഫ്റ്റർ വർക്ക്. ജെയിംസ് ഒക്കേഷണലി മീറ്റ് അപ്പ് വിത്ത് ഹിസ് ഫ്രണ്ട്സ് ആഫ്റ്റർ ഹിസ് വർക്ക്. ഒക്കേഷണലിയും ഓഫനും തമ്മിൽ വളരെയധികം ഡിഫറൻസ് ഉണ്ട് അല്ലേ? അപ്പം സെൻറ്റൻസിൻ്റെ മീനിങ് സെയിം ആണ്, പക്ഷേ ആ ഒരൊറ്റ വേർഡ് കൊണ്ട് ആ ഒരു സെൻറ്റൻസുകൾ രണ്ടും എൻറ്റയർലി മാറിപ്പോയി അല്ലേ? അതിൻ്റെ ആ ഒരു കോണ്ടൻറ്റ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഐഡിയ രണ്ടും സെയിം ആണ്, പക്ഷേ എൻറ്റയർലി മാറിപ്പോയത് എന്തുകൊണ്ടാണ്? ഈ ഒരു വേർഡ് കൊണ്ട് മാത്രമാണ്. അപ്പോൾ ഇങ്ങനത്തെ വേർഡ്സ് കണ്ടിട്ടുണ്ടെങ്കിൽ അതിനെ ഒരിക്കലും നിങ്ങൾ നിസ്സാരമായിട്ട് കാണരുത്. അതിൻ്റേതായ ഇമ്പോർട്ടൻസ് കൊടുത്ത് വായിക്കാനായിട്ട് ശ്രമിക്കണം. ഓക്കെ, നൗ ഓൾസോ ബി ഓൺ ദി ലുക്ക് ഔട്ട് ഫോർ ക്വാളിഫൈങ് വേർഡ്സ് ദാറ്റ് express the possibility or doubt such as seems, suggest, believe, probability. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുന്ന വേർഡ്സിനും അതേപോലെ തന്നെ ഇതൊക്കെ ക്വാളിഫൈങ് വേർഡ്സ് ആണ്. അപ്പോൾ ഇങ്ങനെ വരുന്ന വേർഡ്സ് പോലും നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് വായിക്കുക. ദറ്റ് ക്യാൻ ടോട്ടലി ഓൾട്ടർ ദ മീനിങ് ഓഫ് എ സ്റ്റേറ്റ്മെൻറ്റ്. ഓക്കെ, അപ്പം ഇങ്ങനെ തുടങ്ങുന്ന എന്തൊരു വേർഡ് നിങ്ങളുടെ പാസേജിൽ കണ്ടാലും നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ കണ്ടാലും അതിനെ ഒന്ന് അണ്ടർലൈൻ ചെയ്യുക, ഇമ്പോർട്ടൻസ് കൊടുക്കുക, വായിക്കുക. ഓക്കെ, the statement won't be word for word matched to the information in the text. They will contain synonyms and paraphrasing. It's the meaning that you are trying to match. അല്ലേ, നിങ്ങൾ എന്താണ് ഇവിടെ മാച്ച് ചെയ്യുന്നത്? പലർക്കും പറ്റുന്ന ഒരു തെറ്റാണ്. അവർ എന്താ പറയുക, വേർഡ്സിനെ മാച്ച് ചെയ്തിട്ട് ഇപ്പോൾ നിങ്ങളുടെ പാസേജിൽ ഒരു വേർഡ് ഉണ്ട് അല്ലെങ്കിൽ ക്വസ്റ്റനിൽ ഒരു വേർഡ് ഉണ്ടെങ്കിൽ യെസ് ഇറ്റ് ഇസ് ട്രൂ, അല്ലെങ്കിൽ അതില്ലെങ്കിൽ ഫോൾസ്, ഇങ്ങനെയൊക്കെയാണ് ചെയ്യാൻ പലരും ചെയ്യുന്നത് കണ്ടിട്ടുള്ളത്, എസ്പെഷ്യലി സ്റ്റുഡൻസ്. അപ്പം അങ്ങനെയുള്ളവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ വേർഡ്സിനെ അല്ല മാച്ച് ചെയ്യുന്നത്, പിന്നെ എന്താ മാച്ച് ചെയ്യുന്നത്? നമ്മൾ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഐഡിയാസിനെയാണ് മാച്ച് ചെയ്യുന്നത്. അതുകൊണ്ട് ഒരിക്കലും വേർഡ് ബൈ വേർഡായിട്ട് മാച്ച് ചെയ്യാൻ ശ്രമിക്കരുത്, ഐഡിയാസിനെ മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. ക്ലിയർ? ഓക്കെ, the test is not an assessment of your knowledge of the topic, but only of your ability to read and understand the specific information in the text.
നമ്മൾക്ക് വായിച്ച് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ള ഒരു കാര്യം മാത്രമാണ് റീഡിംഗ് എന്ന് പറയുന്ന ഒരു മൊഡ്യൂൾ കൊണ്ട് എക്സാമിനർ ഉദ്ദേശിക്കുന്നത്. അല്ലാതെ നിങ്ങളുടെ നോളജിനെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു എക്സാം അല്ല റീഡിംഗ് എക്സാം എന്ന് പറയുന്നത്. കാരണം ഈ സ്റ്റുഡൻറ്റ് വിസയിൽ പോകുന്ന സ്റ്റുഡൻസിനെല്ലാം തന്നെ അവിടെ പോയി പഠിക്കണം അല്ലേ. അവിടെ പോയി നമ്മൾ എടുക്കുന്ന ഏത് സബ്ജക്റ്റാണോ ആ സബ്ജക്റ്റ് വായിക്കാനും അത് മനസ്സിലാക്കാനും നിങ്ങൾ കേപ്പബിൾ ആണോ, ഈ ഒരു കാര്യം മാത്രമാണ് നമ്മൾ റീഡിംഗ് എന്ന് പറയുന്നൊരു മൊഡ്യൂളിൽ എക്സാമിനർ അസസ് ചെയ്യുന്നത്. സോ മേക്ക് ഷുവർ ദാറ്റ് ദിസ് ഈസ് നോട്ട് എൻ എക്സാം ടു ചെക്ക് യുവർ നോളജ് ബട്ട് ഇൻസ്റ്റെഡ് ചെക്കിങ് യുവർ എബിലിറ്റി ടു അണ്ടർസ്റ്റാൻഡ്. അല്ലേ, കാര്യങ്ങൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ വായിക്കാൻ പറ്റുന്നുണ്ടോ, അതാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, then remember that at least one answer will be not given. This means that you will be searching for information that is not there. അല്ലേ, ഏതെങ്കിലും ഒരു ആൻസർ എങ്കിലും നോട്ട് ഗീവൻ ആവാനുള്ള ചാൻസസ്, ദ പ്രോബബിലിറ്റി ഈസ് ദെയർ. നമ്മൾ ഓൾറെഡി പറഞ്ഞു 3 എണ്ണം, ഏതെങ്കിലും ഒരെണ്ണം വരാതിരിക്കില്ല എന്തായാലും. അപ്പോൾ നമുക്കൊരു നോട്ട് ഗീവൺ ഉള്ള ആൻസറിന് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ആ പാസേജിൽ മുഴുവൻ ഓടി നടന്ന് തപ്പും അല്ലേ. അങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടോ, തന്നിട്ടില്ലാത്ത സാധനമാണ് നമ്മൾ സെർച്ച് ചെയ്യുന്നത് അല്ലേ. ദാറ്റ് വിൽ ബി ലൈക്ക് എ വേസ്റ്റേജ് ഓഫ് യുവർ ടൈം. നമ്മുടെ ടൈം വേസ്റ്റ് ചെയ്യുവാണ്. പക്ഷേ എന്നാൽ എന്താണ്, നമ്മൾ ഒരുപാട് ഇരുന്ന് അന്വേഷിച്ചുകൊണ്ടേ ഇരിക്കും. ഓക്കെ, അങ്ങനെ അന്വേഷിക്കാതെ നിങ്ങൾക്ക് കിട്ടുന്നില്ല, ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ അതിൻ്റെ അർത്ഥം അത് നോട്ട് ഗീവൺ എന്ന് തന്നെയാണ്. അപ്പോൾ അത് മനസ്സിലാക്കുക. സോ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് നമുക്ക്, ചെറിയ ടിപ്സാണ് നമുക്ക് റീഡിംഗ് എന്ന് പറയുന്നൊരു മൊഡ്യൂളിൽ ആവശ്യമുള്ളത്. ടിപ്സ് ലൈക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. അറ്റ് ദ സെയിം ടൈം നിങ്ങൾ കുറച്ചും കൂടെ ഇൻഡെപ്തായിട്ട് വായിക്കാൻ ശ്രമിക്കുക. വേർഡ് ബൈ വേർഡ്സിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് വായിക്കാൻ ശ്രമിക്കുക. എങ്കിൽ മാത്രമേ നമുക്ക് ഈ പറയുന്ന റീഡിങ്ങിൻ്റെ എസ്പെഷ്യലി ഈ പറയുന്ന ട്രൂ ഫോൾസ് നോട്ട് ഗിവൻ ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അത് അവിടെയുള്ള ഓരോ ക്വസ്റ്റ്യൻസിൻ്റെ ഓരോ വേർഡ്സിനും ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട്. സോ മേക്ക് ഷുവർ ദാറ്റ് യു ആർ അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് കെയർഫുള്ളി റീഡിങ് ഈച്ച് ആൻഡ് എവറി ക്വസ്റ്റ്യൻസ് even going through the passage. Okay. So that's the end of our live session. Thank you for all who join our live. എല്ലാവർക്കും ഒരു advanced happy new year and happy Easter. Happy new year and happy Christmas. Thank you.